സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ നമ്മൾ അതിന്റെ 100 ലൈഫ് സിമുലേറ്ററിന്റെ ഫസ്റ്റ് വീഡിയോക്ക് നിങ്ങളെന്ന സപ്പോർട്ട് കൊണ്ട് നമ്മളാണ് അതിന്റെ പാർട്ട് 2 ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അവൻ 51 വയസ്സുണ്ട്. അപ്പൊ പാർട്ട് 1 കാണാത്തതുണ്ട് പോയി കാണാം. അപ്പൊ അതിൽ 50 വയസ്സാകുമ്പോ വലിയൊരു കൊമേഡിയൻ ആയിട്ട് അവിടെ ഭയങ്കര ഫാൻസ് ഒക്കെ ആയിട്ട് ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ വലിയ രാജാവിനെ പോലെ ജീവിക്കും. ഇപ്പൊ അവൻ 51 വയസ്സായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ നടക്കണം എന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് വി പ്ലേ ഗൈസ്. അപ്പൊ 51 വയസ്സായിട്ടുണ്ട്. അപ്പം അവൻ അവിടെ നേരത്തെ ഇപ്പൊ എയർപോർട്ടിലായിരുന്നു പാർട്ട് 1. അപ്പൊ എയർപോർട്ടില് ഏതോ പ്ലെയിനിൽ എന്തോ പറ്റുന്നുണ്ട്. ഓക്കെ, പ്ലെയിന് പൊട്ടിയൊക്കെ പോയി കേട്ടാ. അപ്പൊ സിറ്റ് ആയിട്ട് ജമ്പ് ചെയ്ത് എന്ത് ചെയ്യണമെന്ന് ജമ്പ് ചെയ്യാം. അപ്പൊ ചില സമയം നമ്മൾ ജമ്പ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേക സാഹചര്യത്തിൽ. ഓക്കെ, ഇപ്പൊ പൊട്ടിത്തെറിക്കും. അവനും കൂടെ ചാടി അവൻ എവിടെ പോയി കാണും ഇപ്പം. ഓക്കെ എവിടെയോ ഏതോ ഐലൻഡിൽ പോയി പെടാറുണ്ട് മിക്കവാറും. ചാടി പോയി 52 ലെവലായിട്ടുണ്ട്. 52ാമത്തെ ലെവൽ അവള് കളിക്കുന്നുണ്ട്. 52ാമത്തെ ലെവലിൽ ഏതോ ഐലൻഡിൽ അവൻ കിടക്കുന്ന കണക്കാണ്. എനിക്കിത് മറ്റേ ഏതോ ഒരു സിനിമ പോലെയാണ് തോന്നണേ. അപ്പൊ 52 ലെവൽ പയ്യനാടി കിടന്ന് അവന്റെ അമ്മയും അച്ഛനെ ഓർത്ത് വിഷമിക്കുവാണ്. 51 വയസ്സുള്ള മുതുക്കൈ. പക്ഷെ അമ്മയും അച്ഛനെ എത്ര പറഞ്ഞാലും അമ്മ അച്ഛനാവുമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പാവം. അപ്പൊ അവ എവിടെയൊക്കെ കിടന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞാ മേ ബി അവിടെ ഒരു മാനൊക്കെ ഉണ്ട്. മാന ഓടിപ്പിടിക്കാൻ നോക്കുവാണ്. മാന ഓടിപ്പിടിച്ചിട്ട് എന്ത് കിട്ടാനാ? അവിടെ വീണ് ദുമ്മന മരത്തിൽ കയറി ചക്ക. ഓക്കെ, അവിടെയും കയറി, അതും പറ്റിയില്ല അവന്. വെള്ളത്തിൽ നിന്ന് മീനെ പിടിക്കാന്ന് പറഞ്ഞാൽ അതും പറ്റണില്ല അവന്. ഒരു കഴിവില്ലാത്ത കോമഡി മാത്രം പറഞ്ഞറിയാം. കോമഡി പറഞ്ഞതാവ. അപ്പൊ ഇവരുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യണോ മിണ്ടാതിരിക്കണോ എന്ന് ചോദിക്കാം. നമുക്ക് ഹെൽപ്പ് ചോദിക്കണം. ഒരു വഴിയും ഇല്ല. ഓക്കെ, അവനെ ഓക്കെ ഗൈസ്. അപ്പൊ അവൻ എന്തൊക്കെയോ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സാധനമൊക്കെ വന്നേക്കാണ് കിട്ടിയതിന്റെ ആവേശം. അങ്ങനെ ഫുഡ് കഴിച്ചു. ആ ചെക്കൻ 53 വയസ്സായിട്ടുണ്ട് ഗൈസ്. അപ്പൊ 53ാമത്തെ വയസ്സ്. ഓരോ സീൻ കഴിയുമ്പോൾ 53, 54, 55, 56, 57, 58, 59 വയസ്സാവുകയാണ് ഗൈസ്. അപ്പൊ അത് കഴിഞ്ഞ് ഓക്കെ അവർ എന്തൊക്കെയോ മറ്റേ കരളി പോലത്തെ എന്തൊക്കെയോ സാധനം ചെയ്യുമോ. അപ്പോ ജോയിൻ ദ ട്രെയിൻ മേ ബി ലാറ്റർ ജോയിൻ ചെയ്തോ, നമുക്ക് ഇത് പഠിച്ചു നോക്കാം. അപ്പൊ ജോയിൻ ആയിട്ടുണ്ട് നമ്മൾ ഇതിൽ ട്രെയിനിങ്ങില്. ഓക്കെ, അവനും ഇതേപോലെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഒറ്റ ചവിട്ടി കിടന്നു തുമ്മനെ. ആ പെണ്ണ് ചിരിക്കുന്നുണ്ട്. ഖാവൂ. ഓക്കെ, 3 വീഴ്ത്തി. ഓ മൈ ഗോഡ്. ഓക്കെ, മലകേറി വാ മല കയറ്റി പഠിപ്പിക്കുന്നുണ്ട്. മലയാണെന്ന് തോന്നുന്നു. ഒരു വർഷത്തിന് ശേഷം ഓക്കെ, അവൻ മറ്റേ നരീനെയൊക്കെ വേട്ടയാടി പിടിക്കുന്നുണ്ട്. വലിയൊരു വേട്ടക്കാരൻ്റെ. ഓ മൈ ഗോഡ്, ഏതാ സ്കില്ല്. ചെക്കൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒരു കാട്ടുവാസിയുടെ ഒരു ഹെയർ സ്റ്റൈലായി. ഇപ്പോഴെങ്കിലും അവൻ്റെ ഹെയർ സ്റ്റൈൽ മാറിയെന്ന് വിചാരിക്കുന്ന കേട്ടോ. ഇപ്പോഴെങ്കിലും അവൻ്റെ ഹെയർ സ്റ്റൈൽ മാറി. ഇല്ലെങ്കിൽ മുട്ടക്കുളസ് തല മാറി. തല ആയിട്ട് മറ്റേ ഉപ്പുമുളകിലെ മുടിയൻ്റെ തലമുടിയായി പോലെ. ഇപ്പൊ മാറിയോ അത്? ചെറുതായിട്ട് പൊമ്പളില്ല. അവന് സിറ്റിയൊക്കെ ഓർത്ത് കരയുന്നുണ്ട്. അപ്പൊ ഇവരുടെ അടുത്തൊക്കെ ഒരു ടാറ്റ പറയുന്നുണ്ട്. പോവുകയാണോ? ഇവിടെ ഇരിക്കണമെങ്കിൽ 9 ടോക്കൺ കൊടുക്കണം. 9 ഇല്ല. അപ്പൊ നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ നടക്കില്ല. കാര്യം നമ്മൾ ഇവിടെ താളല്ല. അപ്പൊ നമ്മൾ തിരിച്ചെന്തായാലും അവിടെ പോയാലും വരും. നമുക്ക് ഇവിടത്തെ ഇത് എപ്പോഴും സെറ്റ് ആവൂല. അപ്പൊ നമുക്ക് അവിടെ പോയാലും കുറച്ചെങ്ങനെ ഇതാൻ പറ്റൂ. അപ്പോ ബിൽഡ് എ ബോട്ട് സ്വിം ബാക്ക്. ബിൽഡ് എ ബോട്ട് ചെയ്താലേ നടക്കും. കാര്യം അല്ലാതെ സ്വിം ചെയ്ത് പോയ സുറയൊന്നും അല്ല. സുറയിലെ വിജയ് എണ്ണ തലവതി എണ്ണായി. അപ്പൊ പയ്യനാണെങ്കിൽ അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മരം വെട്ടിപ്പിടിച്ച് മറ്റേ പാലം ഉണ്ടാക്കി, മറ്റേ ചങ്ങാടം അതുണ്ടാക്കി പോകുന്നുണ്ട്. ഇവന് തോണിയൊന്നും വേണ്ട. ഓക്കെ, ചങ്ങാടത്തിൽ തേനിട്ടുണ്ട്. എടാ, ചങ്ങാടത്തിന് തോണിയില്ല, കെട്ടൂല. ഒക്കെ ഷാർക്ക് പിടിച്ച് നിന്നിട്ടുണ്ട് അവനെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്ക് ഉണ്ടാടെ. തിരിച്ചു നീന്തി പോകാൻ പറയണം. ഇവന് നീന്തി പോകാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ അങ്ങ് പൊക്കിവിടായിരുന്നു. അല്ല സോറി ഗൈസ്, ഇവിടെ നീന്താ പഠിച്ചാണു അല്ലേ. എന്നാലും അവിടെ എത്തി ജയിക്കൂ. ഓക്കെ, ഏതോ ഒരു ഷാർക്ക് അവനെ ഓട്ടിക്കുന്നുണ്ട്. ഓടറാ. ഷാർക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവനെ ഇല്ല, പിടിച്ചില്ല. ഓക്കെ, അവനെ ബോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ സോറി, അങ്ങനെയല്ല, ഏതോ ഒരു വലിയ കപ്പലക്കാര് ചെക്ക കുളിക്കുന്നുണ്ട്. ഒരു കുളിസീനിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഓക്കെ, അവ അങ്ങനെ മറ്റേ കപ്പലിൽ എത്തി അവരോടെ സേഫായിട്ട് ഇപ്പൊ നാട്ടിൽ പോയി കാണും. അപ്പൊ 2 വയസ്സ് കൂടി 58 വയസ്സായതുകൊണ്ട് ചെക്കൻ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടാ. മുതുക്കന്മാരെ ഇട്ട് ഇപ്പൊ കൊതുക്കനായി. ഓക്കെ, കൊതുക്കനായിട്ടുണ്ട്. കറക്റ്റ് മൊട്ട. അവന്റെ ഹെയർ സ്റ്റൈൽ മാറ്റാൻ പറയാൻ മുടി പോലും ഇല്ലാതാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അവന് മുടിയില്ല, താടി മാത്രം. ഇവിടെ കാണുന്ന ഒരു അടുത്താണ് ഒരു അപ്പൂപ്പനെ കണക്കുണ്ട്. ഓക്കെ, ഇവ ട്രക്കിംഗ് ആണ് ഇപ്പൊ ഇവന്റെ മെയിൻ ജോബ്, ട്രക്കിങ്. ഓക്കെ, അവിടെ കൂടെ ഒരു മുയലോ തവള എന്തോ ഓടിപ്പോകുന്നുണ്ട്. റൈറ്റിൽ കൂടെ എന്തോ ഒരു തലയോട്ടി കാണുന്നുണ്ടെന്നാണ്.
ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റിൽ കൂടെ പോകാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ലെഫ്റ്റിൽ കൂടെ പോകാൻ മുയൽ അതുവഴിയാണ് പോയത്. മുയലാണോ പട്ടിയാണോ അത് പന്നിയാണോ അത് പൂച്ചയോ? അത് കരടിയായിരുന്നു കേട്ടോ. ജസ്റ്റ് തല മാറിപ്പോ അത് കരടിയായിരുന്നു കേട്ടോ. കരടിക്കുട്ടിയുടെ പട്ടിയെന്ന് വിചാരിച്ചത്. കിട്ടിയിട്ടുണ്ട്. അത് വളരെ വളരെ മികച്ചൊരു സാധനമായിരുന്നു. നമ്മളപ്പോൾ അതല്ല ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ പ്ലേ കൊടുത്ത് നമ്മൾ പോവാനുള്ള ഇത് ചില സമയങ്ങൾ അവർ തന്നെ ഡിസൈഡ് ചെയ്യണേ. നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ വേണം. ഞാൻ ആ തെറ്റിദ്ധരിച്ചു. എന്റെ തെറ്റാണത്. ഓക്കെ, എന്റെ തെറ്റാണത്. കഴപ്പ്. ഓക്കെ, ഇവിടെ ആത്മാക്കളുണ്ട്. അങ്ങനെ ആത്മാക്കൾ ഇവനെ പിടിച്ച് തിന്നാൻ പോവാണെന്നാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആത്മാക്കൾ എന്തോ കൊടുത്തിട്ടുണ്ട് ഇവന്. ഇവൻ ആത്മാക്കൾക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്, പ്രേതങ്ങൾക്ക്. ഓ പ്രേതങ്ങൾ അവിടെ നിന്ന് ജോളി അടിക്കുമ്പോ ഇവൻ നൈസായിട്ട് എസ്കേപ്പ് ആവണുണ്ട്. ഓടി എസ്കേപ്പ് ആവണുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ഡാൻസ്. അങ്ങനെ 58 വയസ്സിൽ ചെക്കൻ 60 വയസ്സായിട്ടുണ്ട്. 2 വയസ്സ് കൂടി 60 വയസ്സായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കയറുന്നു കേട്ടോ. മറ്റേ പാർട്ട് 1 ഇത് പെട്ടെന്ന് ലെവല് പോകുന്നുണ്ട്. അപ്പൊ ചെക്കൻ വീണ്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ? കാസിനോവയിൽ എത്തിയിട്ടുണ്ട്. കാസിനോവ പൈസ വെച്ച് കളിക്കുന്ന സാധനം. ഓക്കെ, പൈസ വെച്ച് കളിക്കുന്നുണ്ട്. ചെറുക്ക ചീട്ട് വെച്ച് കളിക്കും. ചീട്ടാണോ കളിക്കുന്നത്? ഒരു പെണ്ണുണ്ട്, ഒരു ആണുണ്ട്. അവനാണ് ചീട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ചീട്ട് കളിക്കാറാത്തോണ്ട് മിക്കവാറും മൂഞ്ചി. ഓക്കെ, അപ്പൊ 2 ആയോണ്ട് ഫോൾഡ് ആയിരിക്കും കേട്ടോ. എനിക്കിതിന് വലിയ പിടിയില്ല. ഫോൾഡ് ആയിരിക്കും. ആസ് ഉണ്ടെങ്കിൽ വീണ്ടും അതാണല്ലോ വന്നത്. ഓൾ ഇന്ന് കൊടുക്കാം ഗൈസ്. What you got there, old man? I got fall and make it easier for both of. Wow, പൈസ വെച്ച് കാരണം പറഞ്ഞാച്ച് പൈസ വെച്ച് പെണ്ണുമ്പളെ ഇപ്പൊ പൈസ വെക്കാൻ നോക്കാം. അയക്കാൾ അവ ഇത്തിരി വെച്ചുള്ളൂ. അവ ഇപ്പോൾ ഒരു നാണ ഇപ്പോൾ ഇത്രയും. ഓക്കെ, ചീട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ഓക്കെ ആസ് വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതെന്താടെ ഇനി? കിളവൻ മൂഞ്ചിട്ടുണ്ട്. കളിക്കാരത്ത NFL ഉള്ളടുത്ത് കളിപ്പിച്ച പിന്നെ അങ്ങനെ നടക്കല്ല. അങ്ങനെ മൂഞ്ചി പൈസ കൊടുത്തിട്ട് വീണ്ടും അണ്ണാച്ചി കളിക്കുന്നുണ്ടെന്നാണ്. ഓക്കെ, വീണ്ടും അണ്ണാച്ചി കളിക്കുന്നുണ്ട്. കണ്ണാച്ചിക്ക് എന്തിന്റെ കഴിവാണത്? കളിക്കാരോടെയൊക്കെ വെച്ചൂടെ കളവാ. എത്ര പേർക്ക് ചീട്ട് കളിക്കാന്ന് വെച്ചൊന്ന് കമന്റ് ചെയ്യണം. ചീട്ട് കളിക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നമാണെന്ന് ഇപ്പൊ മനസ്സിലാവണം. 6-2 എന്ത് ചെയ്യണം? ഓക്കെ, എന്തോ ചെക്കനെ പറ്റി. എന്താണ് കളവര് പറ്റിയത്? എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കിളവ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഇത് ഒരു എത്തും പിടിയില്ലാതെ എന്റെ ശിവനെ എന്ന് പറഞ്ഞ് ഇരിക്കണത്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു കിണ്ടി അറിയാത്തോണ്ടാണ് കേട്ടാ. എന്നാലും ഇത് എന്തൊക്കെ കാണിക്കുന്നത്? 5, 6, 9, 8, 5. കിളവൻ കണ്ട ചിരിക്കുന്നുണ്ട്. അപ്പൊ കിളവൻ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷർട്ടും പാൻറ്റില്ലാത്ത 62 വയസ്സ് മുതുക്കനായിട്ടുണ്ട് ഗൈസ്. അപ്പൊ 62 വയസ്സായിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് എന്താണ് പിടിയിടാത്തോണ്ട് ഞാൻ ബബ്ബ അടിച്ചോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾക്ക് വല്ലതൊക്കെ അറിയാമെങ്കിൽ പറയണം. അപ്പൊ 62 വയസ്സായിട്ടുണ്ട് ഗൈസ്. 62 വയസ്സിൽ ഹൗ ആർ വി ഡൂയിങ് ടുഡേ? ഡോക്ടറിന്റെ അടുത്താണ്. അപ്പോ ഐ ജസ്റ്റ് വെന്റ് ടു ഓവർ യുവർ MRI സ്കാൻസ്. അതെനിക്കറിയാം. ആൻഡ് ലുക്ക് ലൈക്ക് യു ഹാവ് എന്തൊരു ക്യാൻസർ? ശിവൻ എന്തോ ഒരു അസുഖം, ക്യാൻസർ ഉണ്ടെന്നാണ് പറയണത്. ഡു യു ഹാവ് 2 minutes ലെഫ്റ്റ് ടു അലൈവ്? 2 minutes ടു അലൈവ് ആയിട്ടുള്ളൂ ഒന്നും, അങ്ങനെയാണോ പറഞ്ഞേ? ഇവ അങ്ങനെ ചാവൂലല്ലോ. അങ്ങനെ ചാവണ തന്നെ അല്ലല്ല. ഓക്കെ, അവന്റെ ചെറുപ്പാലം, അവന്റെ എല്ലാ കാലവും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. ലാസ്റ്റ് ബേബിയുടെ കാലം തൊട്ട് അവൻ വന്ന് കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ബേബിയുടെ ആ സിറ്റിൽ അവ ഓർത്തിരിക്കുവാണെന്ന് തോന്നുന്നു മേ ബി കേട്ടോ. ഓക്കെ, അവൻ കരയണ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഏതോ ഒരു ഫുൾ വൈറ്റ് ആയുള്ള സ്ഥലത്ത് നിൽക്കുക. ഇത് ലൈക്ക് ഒരു ടൈപ്പ് ഒരു സ്വപ്നത്തിൽ കയറി ഇരിക്കുവാണെന്നുണ്ട്. സ്വപ്നം അല്ലെങ്കിൽ തിങ്കിങ് ആ ടൈപ്പിലാണ്. ഓക്കെ, അവിടെ എന്തൊക്കെയോ ഉണ്ട്. ഓ ഹായ് ദേർ.
ഐ മസ്റ്റ് ഹാവ് സ്റ്റാർലെറ്റ് അയ്യോ അവ എന്തൊക്കെയോ ഈ മനുഷ്യൻ പറഞ്ഞു ഹൂ ആർ യു ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. വെൽ ഐ ഗെസ് ഹ്യൂമൻ റെഫർ ടു മീ എസ് ഗോജു ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ലേബൽസ് നോ വേ എന്തിനാണെന്ന്. Hey, why don't you check out the hole? ഈ ഹോള് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവിക്കുമെന്ന്. കരയുന്നുണ്ട് അവൻ. അപ്പൊ തള്ളി അങ്ങ് ഇട്ടിട്ടുണ്ട് അവനെ അങ്ങ്. അപ്പൊ അവൻ വീഴുന്നുണ്ട്. അയ്യോ അമ്മ അച്ഛ അപ്പുപ്പ അയ്യോ ആകെ അങ്ങനെ അങ്ങനെ പോയി പോയി വിളാ 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 ആയിട്ടുണ്ട്. ലാസ്റ്റ് വീണ്ടും എവിടെയോ വന്നിട്ട് അവനങ്ങ് 62ാമത്തെ വയസ്സില് മരിച്ചു പോയിട്ടുണ്ട്. നെറ്റ് വർത്ത് 53,000. കരിയർ കൊമേഡിയൻ സ്ട്രെങ്ത് 60 ഹാപ്പൻ 30 ഇയേഴ്സ് ഇൻ പേഴ്സൺ 6 വർഷം 62 വയസ്സിൽ അങ്ങനെ അവൻ മരണമടഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ പാർട്ട് 2 ആണ്, അല്ലെങ്കിൽ ലൈക്ക് ഇതൊരു വേറൊരു ഇതിന്റെ ബാക്കി പാർട്ടായിട്ടാണ് ഇതിന്റെ ബാക്കി കളിക്കാനുള്ളതെന്ന് തോന്നുന്നു. ഇത് നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടെ കളിക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിതില് പെൺകുട്ടി ആൺകുട്ടിയെ കളിക്കാൻ പറ്റും. അപ്പോ നമുക്കപ്പോ 100 ഇയേഴ്സ് ലൈഫ് സിമുലേറ്ററിലെ 62ാമത്തെ വയസ്സിൽ നമ്മളങ്ങനെ നിര്യാതനായിട്ടുണ്ട്. അപ്പൊ ഇതോടെ അത് തീർന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു പുതിയൊരു സെക്ഷനില് ലൈക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരാളായിട്ട് അവള് ഒരു പുതിയ പെണ്ണായിട്ട് പുനർജനിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടൊക്കെ കളിക്കാൻ വേണമെങ്കിൽ. അപ്പോ ഗേളിന്റെ ഒരു വേർഷൻ ആയിട്ട് നമ്മൾ ഗേളാണ് ഒരു വയസ്സൊരു 100 അല്ലേ ലൈക്ക് ഒരു 60, 65, 70 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്നായിരിക്കും അടുത്തൊരു ഇതിൽ വരണത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ അല്ലെ അതിന്റെ പാർട്ട് 2 ആയിട്ട് അത് എൻഡിങ് വരെ ആയിട്ടുണ്ട്. അപ്പോ അതെങ്ങനെ എൻഡായോ എന്തിനാ എൻഡായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ ബാക്കി പാർട്ടായിട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞൂടാ. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്തേക്ക. അപ്പോ നമ്മളിത് 100 ഇയേഴ്സ് ലൈഫ് ഓഫ് സിമുലേറ്ററിന്റെ ഗേളിന്റെ വീഡിയോ ആയിട്ട് വരും. അപ്പോ ഓ മൈ ഗോഡ് ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ, ലവ് യു.